يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما. സ്നേഹാദരണീയരായ സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അളവറ്റ ദയാപരനും സർവശക്തനുമായ അള്ളാഹുവിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസൂയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. പരിശുദ്ധമായ ഹജ്ജ് കർമ്മത്തിനായി അവിടെ എത്തിച്ചേരുന്ന എല്ലാ മുഅ്മിനീങ്ങൾക്കും ആ കർമ്മം മഖ്ബൂലും മബ്റൂറുമായി റഹ്മാനായ റബ്ബ് സ്വീകരിക്കുമാറാകട്ടെ. ഹജ്ജ് ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് അവരുടെ ഹാജത്ത് എത്രയും വേഗം നിറവേറ്റി കൊടുക്കുവാനുള്ള പ്രാർത്ഥന നമ്മിലുണ്ടാകണം. അത്തരം വിശ്വാസികൾക്കും അവരുടെ ആഗ്രഹം റഹ്മാനായ റബ്ബ് സാധിപ്പിച്ചു കൊടുക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, റമളാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇസ്ലാമിക പരിപ്രേക്ഷ്യത്തിൽ നിന്നുകൊണ്ടുള്ള ചില കാര്യങ്ങളാണ് നാം കഴിഞ്ഞ ഖുത്ബയിൽ മനസ്സിലാക്കിയത്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഖുർആനും സുന്നത്തും പഠിപ്പിച്ച നന്മയെന്ന് പറയുന്ന ഏതൊരു കാര്യവും അത് നാളേക്ക് മാറ്റിവെക്കാതെ കഴിവൻ പരമാവധി അവൻ്റെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുക എന്നുള്ളതാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. നന്മകളിൽ മുന്നേറുവാനുള്ള മാനസികമായിട്ടുള്ള ഒരു അടുപ്പം, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ കാര്യത്തിൽ അവനിലേക്ക് അടുക്കുവാനുള്ള ഒരു വാശി ഓരോ വിശ്വാസിനികൾക്കും ഉണ്ടാകണം. അതിനുവേണ്ടി മുന്നോട്ട് വരുവാനുള്ള ഒരു മനസ്സാണ് ഒരു വിശ്വാസിക്കുണ്ടാകേണ്ടത്. നന്മയുടെ എല്ലാ കാര്യങ്ങളിലും ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് സൂറത്തുൽ ബഖറയുടെ 148 ആയത്തിൽ കൂടി പഠിപ്പിച്ചു തരുന്നത്. ഫസ്തബിഖുൽ ഖൈറാത്ത്, വിശ്വാസികളെ നിങ്ങൾ ഖൈറായ കാര്യങ്ങളിൽ മുന്നോട്ട് വരണം, അതിനുവേണ്ടി നിങ്ങൾ ധൃതിപ്പെടണം. ഐനമാ തകൂനു യഅതി ബികുമുല്ലാഹു ജമീഅ, നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ അതാണ്. നിങ്ങൾ എവിടെയായിരുന്നാലും അള്ളാഹു അത് കൊണ്ടുവരിക തന്നെ ചെയ്യും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു ബാധ്യത നന്മയിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് വരണം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സൂറത്തുൽ മാഇദയുടെ 48 ആയത്തിൽ പറയുന്ന ഒരു കാര്യം, ഓരോ വിഭാഗത്തിനും ഓരോ ശരീഅത്ത് നൽകിയിട്ടുണ്ട്, ഓരോ മാർഗം, ഒരു നിയമക്രമം. അതുപോലെ തന്നെയാണ് അവർക്ക് അവരുടേതായിട്ടുള്ള കർമ്മമാർഗങ്ങൾ പ്രവാചകന്മാരിൽ കൂടി പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. അതെന്തിനു വേണ്ടിയാണ്? നിങ്ങളെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. വലാകിൻ ലിയബ്ലുവക്കും ഫീമാ ആതാക്കും, നിങ്ങൾക്കത് നൽകിയിട്ടുള്ളത് നിങ്ങളെ നാം പരീക്ഷിക്കുവാൻ വേണ്ടിയാണ്. അതുകൊണ്ട് വിശ്വാസികളെ, ഫസ്തബിഖുൽ ഖൈറാത്ത്, നിങ്ങൾ ഖൈറായ കാര്യങ്ങളിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് വരണം. സ്വർഗാവകാശികളുടെ ചില ഗുണങ്ങൾ 23 അധ്യായം സൂറത്തുൽ മുഅ്മിനൂൻ അതിലെ 58 മുതലുള്ള ആയത്തുകൾ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള, സ്വർഗം നേടിയെടുക്കുവാനുള്ള വ്യഗ്രതയുമായി വിശ്വാസികളുടെ മനസ്സിനെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബ് പരിചയപ്പെടുത്തുന്ന ഈ ആയത്തുകളുടെ അവസാന ഭാഗം, ഉലൈക യുസാരിഊന ഫിൽ ഖൈറാത്ത്, ആ സ്വർഗാവകാശികളുടെ വിതരിക്കത, അവർ ഖൈറാത്തുകളിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകും. വഹും ലഹാ സാബിഖൂൻ, അവർ മുമ്പേ കടന്നവരാണവർ. അതുകൊണ്ട് തന്നെ നന്മയുടെ കാര്യത്തിൽ അവർ പിന്തിപ്പിക്കുകയില്ല.
അവർ ധൃതി വച്ച് മുന്നോട്ട് പോകും. അതുകൊണ്ട് തന്നെ വിശ്വാസികളെ, ഫഫിറൂ ഇലല്ലാഹ്, സൂറത്തു ദാരിയാത്തിലെ 50-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്, ഫഫിറൂ ഇലല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിങ്കലേക്ക് ഓടിച്ചെല്ലണം. അതിന് നിങ്ങൾ ഒരു തടസ്സവും ഉണ്ടാകരുത്. സാബിഖൂ ഇലാ മഗ്ഫിറത്തും മിർ റബ്ബിക്കും വജന്നത്തിൻ അർളുഹസ് സമാവാതു വൽ അർള്, ആകാശഭൂമികളോളം വിശാലമായ സ്വർഗം നേടിയെടുക്കുവാനും റഹ്മാനായ റബ്ബിന്റെ വരദാനമായ മഗ്ഫിറത്ത് നേടിയെടുക്കുവാനും നിങ്ങൾ ഖൈറായ കാര്യങ്ങളിൽ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം. സൂറത്തുൽ ഹദീദിലെ 21-ാമത്തെ വചനവും സൂറത്തു ആലി ഇംറാനിലെ 133-ാമത്തെ വചനവും വസാരിഉ, നിങ്ങൾ ധൃതിപ്പെട്ട് മുന്നോട്ട് പോകണം അല്ലാഹുവിന്റെ പാപമോചനം നേടിയെടുക്കുവാൻ. വിശ്വാസികൾക്കുള്ള ഒരു പ്രതീക്ഷയാണ് സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഒരു വഅദ. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ നമുക്കൊരു പ്രചോദനം ഉണ്ടാകണം. സൂറത്തു അൻആമിലെ 160-ാമത്തെ ആയത്തിൽ വിശ്വാസികൾക്ക് നൽകുന്ന സന്തോഷം ചെറുതൊന്നുമല്ല സഹോദരങ്ങളെ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളോട് നൽകുന്ന ഒരു വഅദ, മൻ ജാഅ ബിൽ ഹസനതി, ആരെങ്കിലും ഒരു നന്മ ചെയ്താൽ ഫലഹു അശ്റു അംസാലിഹാ, അതുപോലെ 10 നന്മകൾ അവന് നാം രേഖപ്പെടുത്തി കൊടുക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നന്മയാണ് നമ്മുടെ ജീവിതത്തിൽ അടയാളപ്പെടുത്തുന്നുവെങ്കിൽ അതിന് പകരമായി 10 നന്മകൾ റഹ്മാനായ റബ്ബ്, കാരുണ്യവാനായ ഇലാഹ് അവർക്ക് നൽകും എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയുകയാണ്. സൂറത്തുൽ ഫുർഖാനിലെ 70-ാമത്തെ ആയത്തിൽ അല്ലാഹുവിന്റെ കലാമിൽ കൂടി നമുക്ക് പരിചയപ്പെടുത്തി തരുന്ന സന്തോഷകരമായ ഒരു വർത്തമാനം എന്തെന്നറിയുമോ സഹോദരങ്ങളെ? നന്മ ചെയ്താൽ, സൽക്കർമ്മങ്ങൾ ചെയ്താൽ പാപത്തിൽ നിന്നും മുക്തമായി കൊണ്ടുള്ള അവന്റെ പശ്ചാത്താപം അവനിൽ ഉണ്ടാവുകയാണെങ്കിൽ ഫൗലൈക യുബദ്ദിലുല്ലാഹു സയ്യിആതിഹിം ഹസനാത്ത്, അവൻ നന്മ ചെയ്യുകയാണെങ്കിൽ, അവൻ പാപമോചനം തേടുകയാണെങ്കിൽ, സൽക്കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിൽ അവന്റെ തിന്മയ്ക്ക് പകരം ഹസനാത്തുകൾ അവന്റെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുമെന്നാണ് സഹോദരങ്ങളെ. നാം നമ്മുടെ ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും ചെയ്യുന്ന പാപങ്ങളെ അള്ളാഹു പുറത്തു തരികയും അതിന് ബദലായിട്ട് അള്ളാഹു അവന്റെ കിതാബിൽ നന്മകളായി രേഖപ്പെടുത്തുകയും ചെയ്യും എന്ന് വിശുദ്ധ ഖുർആനിലെ ആയത്താണ് സഹോദരങ്ങളെ. കാരണം അത് നഷ്ടം സംഭവിക്കാത്ത കച്ചവടമാണ്. ഒരുപാട് കച്ചവടങ്ങൾ ചെയ്ത് പരിചയമുള്ളവരും അനുഭവമുള്ളവരുമാണ്. അള്ളാഹുവിന്റെ കലാമിലെ സൂറത്തുൽ സ്വഫിലെ 10-ാമത്തെ ആയത്തിൽ നഷ്ടം സംഭവിക്കാത്ത ഒരു കച്ചവടത്തെ സംബന്ധിച്ച് റഹ്മാനായ റബ്ബ് പറയുകയാണ്. ഏതാണ് ആ കച്ചവടം? നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ. യാ അയ്യുഹല്ലദീന ആമനൂ ഹൽ അദുല്ലുക്കും അലാ തിജാറത്തിൻ തുൻജീക്കും മിൻ അദാബിൻ അലീം, വേദനയേറിയ നരകശിക്ഷയിൽ നിന്നും രക്ഷപ്പെടുവാൻ വിശ്വാസികളെ, നിങ്ങൾക്ക് നാം ഒരു കച്ചവടത്തെ പറഞ്ഞു തരട്ടെയോ? ഏതാണ് ആ കച്ചവടമെന്ന് പറയുമോ? തുഅ്മിനൂന ബില്ലാഹി വറസൂലിഹി വതുജാഹിദൂന ഫീ സബീലില്ലാഹി ബിഅംവാലിക്കും വഅൻഫുസിക്കും ദാലികും ഖൈറുൽ ലക്കും ഇൻ കുൻതും തഅലമൂൻ. അല്ലാഹുവിലുള്ള അചഞ്ചലമായ വിശ്വാസമാണ്, അല്ലാഹുവിന്റെ ദൂതനിലുള്ള വിശ്വാസമാണ്, അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ത്യാഗമാണ്. റഹ്മാനായ റബ്ബിന്റെ മാർഗത്തിലേക്ക് അവൻ നൽകിയ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും ചെലവ് ചെയ്യുക, അതിനുവേണ്ടി അധ്വാനിക്കുക, അങ്ങനെയുള്ള കാര്യം. ദാലികും ഖൈറുൽ ലക്കും, ഇതെല്ലാം നന്മകളാണ്. നന്മകളെന്ന് അറിയുന്നവർക്ക് മാത്രമേ ജീവിതത്തിൽ അവർക്ക് ഇതുപോലെയുള്ള കാര്യങ്ങൾ അടയാളപ്പെടുത്തുവാൻ സാധ്യമാവൂ എന്ന് റഹ്മാനായ റബ്ബ് വിശ്വാസികളെ വിളിച്ചുകൊണ്ട് പറയുകയാണ്. ആ റഹ്മാനായ റബ്ബ് വിശ്വാസികളോട് ചില കാര്യങ്ങൾ ചോദിക്കുകയാണ്. നിങ്ങൾ എനിക്ക് കടം തരുവാൻ സന്നദ്ധരാണോ? അള്ളാഹുവിന്റെ ചോദ്യമാണ്. 6 or 7 ആയത്തുകളിൽ കൂടി അള്ളാഹുവിന്റെ ചോദ്യം വിശ്വാസികളോട്. മൻ ദല്ലദീ യുഖ്രിദുല്ലാഹു ഖർളൻ ഹസന, കടം തരുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടോ? ഞാൻ ചോദിക്കുകയാണ്. റഹ്മാനായ റബ്ബിന്റെ ചോദ്യമാണ്. ഫയുളാഇഫഹു ലഹു അദ്ആഫൻ കസീറ, നിങ്ങൾ എനിക്കങ്ങനെ കടം തരുകയാണെങ്കിൽ ഇരട്ടിയായി നിങ്ങൾക്ക് നാം നൽകുക തന്നെ ചെയ്യും. വഅഖറദതുമുല്ലാഹു ഖർളൻ ഹസന, ഉത്തമമായ കടം നിങ്ങൾ എനിക്ക് നൽകണം. മഹത്തായ
പ്രതിഫലം നിങ്ങൾക്ക് നാം നൽകുന്നതാണ്. ലൗകഫിറന്ന അൻകും സയ്യിആതികും വലഉദ്ഖിലന്നകും ജന്നാത്ത്. നിങ്ങളുടെ പാപങ്ങളെ നാം മായ്ച്ചു കളയും. അരുവിയൊഴുകുന്ന സ്വർഗത്തിന്റെ തോപ്പാണ് നിങ്ങൾക്ക് നാം ഒരുക്കി വച്ചിരിക്കുന്നത്. സൂറത്തുൽ ബഖറയുടെ 245, സൂറത്തുൽ മാഇദയുടെ 12, അങ്ങനെ ഒരുപാട് ആയത്തുകളിൽ കൂടി അള്ളാഹുവിന് കടം നൽകുവാൻ സന്നദ്ധരാണോ എന്ന് റഹ്മാനായ റബ്ബ് നമ്മോട് ചോദിക്കുകയാണ്. വിശ്വാസികളെ, നമ്മോടാണ് ഈ ചോദ്യം. കാരണം അങ്ങനെ നിങ്ങൾ കടം നൽകുകയാണെങ്കിൽ നിങ്ങളുടെ പാപങ്ങളെ അവൻ പുറത്തു തരികയും നിങ്ങൾക്ക് അവൻ സ്വർഗം ഒരുക്കി വച്ചിരിക്കുകയും ചെയ്യുകയാണ്. ഒരു നന്മയാണ് റഹ്മാനായ റബ്ബ് ചോദിക്കുന്നത് നമ്മോട്. അത് ആര് നൽകുവാൻ താല്പര്യപ്പെടുകയാണോ അവന് നാം ഗുണം വർദ്ധിപ്പിക്കുക തന്നെ ചെയ്യും. വമൻ യഖ്തരിഫ് ഹസനതൻ നുസ്ദ ലഹു ഫീഹാ ഹുസ്നാ. വർദ്ധിപ്പിച്ച് നാം നൽകും. നിങ്ങൾ ഒരു നന്മ ചെയ്യുക, നാം ആവശ്യപ്പെട്ട, നാം നിങ്ങളെ പഠിപ്പിച്ച, നമ്മുടെ പ്രവാചകർ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയ ഒരു നന്മ ചെയ്യുവാൻ നിങ്ങൾ സന്നദ്ധരാണോ, നിങ്ങൾക്ക് നാം നിങ്ങളുടെ ജീവിതത്തിലും പരലോകത്തും മഹത്തായ ഗുണം നൽകിക്കൊണ്ട് നിങ്ങളെ നാം സഹായിക്കും. ഇന്നല്ലാഹ ഗഫൂറുൻ ശക്കൂർ. അല്ലാഹു നിങ്ങൾക്ക് നന്ദിയോടുകൂടി നിങ്ങൾക്ക് ശുക്ർ ചെയ്യുന്നവനാണ്, നിങ്ങൾക്ക് പുറത്തു തരുന്നവനാണ് എന്ന് റഹ്മാനായ റബ്ബ് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നിങ്ങൾ ആ റബ്ബിനെ നന്ദി കാണിച്ചാൽ അതിലധികമായിട്ട് റഹ്മാനായ റബ്ബ് നിങ്ങൾക്ക് നൽകും എന്നുള്ള ആ ഒരു ഓഫറാണ് സൂറത്ത് ഇബ്രാഹിം 7-ാമത്തെ വചനത്തിൽ കൂടി അള്ളാഹു നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. നിങ്ങൾ എനിക്ക് നന്ദി കാണിച്ചാൽ മഹത്തായ പ്രതിഫലം വർദ്ധിപ്പിച്ചു തരും. നിങ്ങൾക്ക് ഇതുവരെ ചെയ്തു തന്ന അനുഗ്രഹങ്ങളെക്കാളും നിങ്ങൾക്ക് നാം വർദ്ധിപ്പിച്ചു തരും. മാത്രവുമല്ല, വലയിൻ കഫർത്തും ഇന്ന അദാബി ലശദീദ്. ഇനി നിഷേധിക്കുകയാണെങ്കിലോ നിങ്ങൾക്ക് നാം അനുഗ്രഹം ചെയ്തു, ആ അനുഗ്രഹം നൽകുവാനായിട്ട് നിങ്ങളോട് കടം ചോദിക്കുകയാണ്. നിങ്ങൾ വിമുഖത കാണിച്ചാൽ ശക്തമായി നിങ്ങളെ പിടികൂടുകയും നിങ്ങളെ ശിക്ഷിക്കുകയും ചെയ്യുവാൻ കഴിവുള്ളവനാണ് റഹ്മാനായ റബ്ബ് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം തേടണം സഹോദരങ്ങളെ. ഫഅലുൽ ഖൈറാത്ത് കൊണ്ട്, സ്വാബിഖുൽ ഖൈറാത്ത് നാം മനസ്സിലാക്കിയാണ്. ആ ഖൈർ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നിങ്ങൾ മുന്നോട്ട് കൊണ്ടുവരണം. വിശ്വാസികളെ വിളിച്ചുകൊണ്ട് സൂറത്തുൽ മാഇദയുടെ 35-ാമത്തെ ആയത്തിൽ റഹ്മാനായ റബ്ബ് പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ്. വിശ്വാസികളെ, റബ്ബിനെ നിങ്ങൾ സൂക്ഷിക്കണം. വബ്തഗൂ ഇലൈഹിൽ വസീല. അവനിലേക്ക് അടുക്കുവാനുള്ള ഒരു മാർഗം നിങ്ങൾ തേടണം. വജാഹിദൂ ഫീ സബീലിഹി ലഅല്ലകും തുഫ്ലിഹൂൻ. റബ്ബിന്റെ മാർഗത്തിൽ ത്യാഗം ചെയ്യണം, വിജയികളാകുവാൻ വേണ്ടിയാണ് എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിശ്വാസികളെ വിളിച്ചുണർത്തുകയാണ്. എന്താണ് ഇവിടത്തെ അടുപ്പം എന്ന് പറയുന്നത്? അള്ളാഹുവിലേക്ക് അടുക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും അള്ളാഹുവും അവന്റെ ദൂതനും നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. തഖറബൂ ഇലൈഹി. അവനിലേക്ക് നിങ്ങൾ അടുത്തുകൊണ്ടേയിരിക്കണം. ബിത്വാഅതിഹി വൽ അമലി ബിമാ യുർളീഹി. അവൻ തൃപ്തിപ്പെട്ട അമലുകൾ ചെയ്തുകൊണ്ട്, അവൻ റളാ ആക്കിയ, അവൻ പഠിപ്പിച്ചു തന്ന, അവന്റെ റസൂൽ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്ന അമലുകൾ കൊണ്ട് ആ റബ്ബിലേക്ക് നിങ്ങൾ അടുക്കുവാനുള്ള പരിശ്രമം നടത്തിക്കൊണ്ടേയിരിക്കണം എന്ന് ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മുഫസ്സിരീങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഫഫിറൂ ഇലല്ലാഹ്. അല്ലാഹുവിലേക്ക് അടുക്കുവാനുള്ള എല്ലാ മാർഗങ്ങളും നാം കണ്ടെത്തണം സഹോദരങ്ങളെ. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം നാം നോമ്പ് കൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കുന്നവരാണ്, നമസ്കാരം കൊണ്ട് നാം അവനിലേക്ക് അടുക്കുന്നവരാണ്. ഐച്ഛികവും ഫർളുകളുമായ ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് നാം റഹ്മാനായ റബ്ബിന്റെ അടുക്കലേക്ക് എത്തുവാനുള്ള മാർഗം തേടുന്നവരാണ് വിശ്വാസികളെ. എന്നാൽ സാമ്പത്തികമായിട്ടുള്ള കടം കൊടുക്കുവാനാണ് അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്. അള്ളാന്റെ ആവശ്യമാണ്. ചങ്കുകൾ ചോദിച്ചാൽ നാം കടം കൊടുക്കും, അത് മറ്റൊരു വിഷയമാണ്. അള്ളാഹുവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകുവാൻ നമുക്ക് സാധിക്കുമോ? നോമ്പും നമസ്കാരവും മറ്റുള്ള കാര്യങ്ങളുമൊക്കെ അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനായിട്ട് ഒരുപാട് പരിശ്രമങ്ങൾ നടത്തുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തികമായിട്ടുള്ള കടം അള്ളാഹുവിൽ നമ്മോട് ചോദിക്കുകയാണ്. ആ വിഷയത്തിൽ വിശ്വാസികളെ, ഞാൻ ഉൾപ്പെടെയുള്ളവർ പരാജയപ്പെട്ടു എന്നുള്ള ഹ്രസ്വമായ ഒരു ഖുതുബയാണ്, ഒരു വഅലാണ് ഇന്നത്തെ
ഈ വെള്ളിയാഴ്ച ജുമാ ദിവസം നാം കേൾക്കുന്നത്. വിശ്വാസികളെ, ആ സാമ്പത്തികമായിട്ടുള്ള കടം കൊടുക്കുന്നതിൽ, അള്ളാഹുവിന്റെ മാർഗത്തിൽ അത് കൊടുത്തുകൊണ്ട് അവനിലേക്ക് അടുക്കുവാനുള്ള ആ സൽക്കർമ്മങ്ങൾ ചെയ്യുവാൻ നമ്മെ കൊണ്ട് സാധ്യമാകുന്നുവോ? നമ്മെ ശൈത്വാൻ പ്രേരിപ്പിക്കുകയാണ്. വേണ്ട വേണ്ട, മക്കൾക്കുള്ളതാണ്, കുടുംബത്തിനുള്ളതാണ്, ചെലവാക്കിയാൽ നഷ്ടപ്പെടും, ബാങ്ക് ബാലൻസ് കുറയും, നമ്മുടെ മറ്റുള്ള മൂലധനം അതിൽ നിന്നും കുറവ് വന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് പള്ളിക്ക് വേണ്ടി കൊടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, അള്ളാഹുവിന്റെ മാർഗത്തിൽ കൊടുക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം, ഉളഹിയത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ നീ ശ്രദ്ധിക്കണം. അവിടങ്ങളിലൊക്കെ ശൈത്വാൻ നമുക്ക് ലുബ്ധത പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ബഖറ 268 ആയത്ത്, അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖർ. ശൈത്താന്റെ പണിയാത്. നമസ്കാരത്തിൽ മുൻകടക്കുന്നവർ, നോമ്പിൽ മുൻകടക്കുന്നവർ, തഹജ്ജുദിൽ മുൻകടക്കുന്നവർ, മറ്റുള്ള അമൽ സ്വാലിഹാത്തുകളിൽ മുൻകടക്കുന്നവർ, റബ്ബിന്റെ മാർഗത്തിലേക്ക് അവന്റെ ബാധ്യത നിർവഹണത്തിന് വേണ്ടി റഹ്മാനായ റബ്ബ് നമ്മോട് ആവശ്യപ്പെടുമ്പോൾ അവിടെ ശൈത്വാൻ ഇടപെടുകയാണ്. അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖറ, ദാരിദ്ര്യമുണ്ടാകുമെന്ന് അവൻ നമ്മെ പേടിപ്പെടുത്തുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, എത്ര കൃത്യമാണ് ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ മുഫസ്സിരീങ്ങൾ പറയുന്നതുമായി നാം മനസ്സിലാക്കുകയാണെങ്കിൽ ഇത് നമ്മിലാണോ ഇറങ്ങിയത് എന്ന് പോലും ഈ ആയത്തിനെ കുറിച്ച് നമുക്ക് തോന്നിപ്പോകുമെന്നാണ്. അത്രയ്ക്കും ഗൗരവമുള്ള കാര്യമാണ്. അശ്ശൈത്വാനു യഅ്ദുകുമുൽ ഫഖറ, ശൈത്വാൻ നിങ്ങളെ ഫഖീറാകുമെന്ന് നിങ്ങളെ പേടിപ്പെടുത്തുകയാണ്. ദാരിദ്ര്യത്തിന്റെ അടയാളപ്പെടുത്തുന്ന ആൾക്കാരായി നിങ്ങൾ മാറും എന്ന് ശൈത്വാൻ നിങ്ങളെ പ്രേരിപ്പിക്കുകയും വയഅ്മുറുകും ബിൽ ഫഹിഷാ, നീചവൃത്തിക്ക് വേണ്ടി അവൻ പ്രേരിപ്പിച്ചുകൊണ്ടേയിരിക്കും. വല്ലാഹു യഅ്ദുകും മഗ്ഫിറത്തും മിൻഹു വഫളലാ, അല്ലാഹു അവനിൽ നിന്നുള്ള മാപ്പും അനുഗ്രഹവുമാണ് അവൻ ആഗ്രഹിക്കുന്നത്. റബ്ബിന്റെ ആഗ്രഹം എന്ന് പറയുന്നത് നിങ്ങളെ ഒന്ന് നരകത്തിൽ നിന്നും രക്ഷപ്പെടുത്തണം, അവന്റെ പാപമോചനം നിങ്ങൾക്ക് ലഭിക്കണം, അവന്റെ വിശാലമായ കാരുണ്യം നിങ്ങൾക്ക് ഉണ്ടാകണമെന്ന് അള്ളാഹു ആഗ്രഹിക്കുകയാണ്. പക്ഷേ നമ്മിലുള്ള ഖരീൻ നമ്മെ പിടികൂടുകയാണ്. നാം ഫഖീറായി പോകുമോ, നാം ദാരിദ്ര്യത്തിന്റെ കൈപ്പിനീർ കുടിക്കുമോ എന്ന് നമ്മെ പ്രേരിപ്പിച്ചുകൊണ്ടേ ഇരിക്കുമെന്ന് ശൈത്വാന്റെ ഒരു ഇടപെടലായി വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. എന്നിട്ട് ആ ആയത്ത് അവസാനിപ്പിക്കുന്നത് നോക്കൂ, വല്ലാഹു വാസിഉൻ അലീം, അള്ളാഹു വിശാലമുള്ളവനാണ് കേട്ടോ. നിങ്ങൾ ഉദ്ദേശിക്കുന്നവനെ പോലെ അല്ല അള്ളാഹു. ലുബ്ധത അവനിൽ ഒരിക്കലും കടന്നുകൂടുകയില്ല. അവൻ വിശാലമായി നൽകുന്നവനാണ്, അവനെല്ലാം അറിയുന്നവനാണ്. നോക്കൂ സഹോദരങ്ങളെ, ആ ആയത്തിന്റെ അവസാനം റഹ്മാനായ റബ്ബ് കൊണ്ട് വിശ്വാസികളെ വായിപ്പിക്കുകയാണ്. അള്ളാഹുവാണെല്ലാം അറിയുന്നവൻ. നമുക്ക് ബാധ്യതയുണ്ട് വിശ്വാസികളെ. അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുവാൻ തയ്യാറാണോ എന്ന് അള്ളാഹുവിന്റെ ചോദ്യത്തിന് മുന്നിൽ ശൈത്വാൻ നമ്മെ ഫഖീറാക്കുമെന്ന് നമ്മെ കൊണ്ട് പറയിപ്പിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സകം അറിയുന്നവനാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്. റബ്ബിനറിയാം നിങ്ങളുടെ മനസ്സകം. ഹജ്ജുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഏറ്റവും വലിയ ഇബാദത്താണ് ഉളഹിയ്യത്ത്. ഒരു വർഷത്തിൽ നാം ചെയ്യുന്ന ആ ഒരു വിഹിതം 10,000 രൂപ, അല്ലെങ്കിൽ ഒരു ആട് ഒറ്റയ്ക്ക് കൊടുക്കുവാൻ, അല്ലെങ്കിൽ ഒരു മാട് ഒറ്റയ്ക്ക് കൊടുക്കുവാൻ സാധ്യമല്ല എങ്കിൽ 7 പേർ ചേർന്നുകൊണ്ട് ഒരു മാട് കൊടുക്കുന്നതിന് നമ്മെ ശൈത്വാൻ പ്രേരിപ്പിക്കുകയാണ്. പല കാര്യങ്ങൾക്കും നാം അവിടെ ലുബ്ധത കാണിക്കുന്നില്ല. മക്കളുടെ വിദ്യാഭ്യാസത്തിന്റെ മേഖലയിൽ, നാം ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനത്തിന്റെ ആ ഒരു കാര്യത്തിൽ എന്തെല്ലാം ഭൗതിക ഇടപെടലുകൾ കൂടി ആ ലുബ്ധത നമ്മുടെ ജീവിതത്തിൽ വരുന്നില്ല സഹോദരങ്ങളെ. മകളുടെ കല്യാണത്തിന് വേണ്ടി നാം വല്ലാതെ ആവശ്യങ്ങളൊക്കെ മറ്റുള്ളവരെക്കാളും കേമമായിരിക്കണം. എൻ്റെ മകന്റെ കല്യാണം, അതിനുവേണ്ടി പല ത്യാഗങ്ങളും ചെയ്യുന്ന നമുക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ കടം കൊടുക്കുവാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ശൈത്വാൻ നമുക്കവിടെ ദാരിദ്ര്യത്തെ ഭയപ്പെടുത്തുകയാണ്. സൂക്ഷിക്കണം കേട്ടോ എന്നുള്ള ശൈത്വാന്റെ വിളിയാളത്തിന് മുന്നിൽ വിശ്വാസികൾ പകച്ചു പോവുകയാണ് എന്ന് നാം മനസ്സിലാക്കുക. റഹ്മാനായ റബ്ബിനെ അറിയുന്നു. അവനറിയാം നിങ്ങളുടെ ബാങ്ക് ബാലൻസുകൾ, നിങ്ങളുടെ നീക്കിയിരിപ്പുകൾ, കച്ചവടത്തിലെ ലാഭങ്ങൾ എല്ലാം അറിയുന്നവനാണ്. വിശാലമായി നൽകിയവനാണ് ആ റഹ്മാനായ റബ്ബ്. അവന്റെ ചോദ്യത്തിന് മുന്നിൽ
നിങ്ങൾക്ക് ഉത്തരം നൽകുവാൻ സാധ്യമല്ല എങ്കിൽ അവൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും എന്ന് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ലുബ്ധത നല്ലതാണെന്നാണോ നാം വിശ്വസിക്കുന്നത്? ഈ വർഷം ഉളഹിയത്തിന് 10,000 രൂപ ലാഭമായി എനിക്ക് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു മസ്ജിദിന് വേണ്ടി മറ്റൊരു സുഹൃതത്തിന് വേണ്ടി കൊടുക്കുന്നതിൽ ഞാൻ രക്ഷപ്പെട്ടു എന്നാണോ നാം വിശ്വസിക്കുന്നത്? എന്നാണോ ശൈത്താൻ നമ്മെ പ്രേരിപ്പിക്കുന്നത്? എങ്കിൽ അറിയുക, സൂറത്ത് ആലി ഇംറാൻ 180-ാമത്തെ ആയത്തിൽ വലാ യഹ്സബന്നല്ലദീന യബ്ഖലൂന ബിമാ ആതാഹുമുല്ലാഹു മിൻ ഫദ്ലിഹി വഹുവ ഖൈറുൽ ലഹും ബൽ ഹുവ ശർറുൽ ലഹും. നിങ്ങൾ വിചാരിക്കുന്നു അത് ഖൈറായിരിക്കും. 10,000 ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഭദ്രമാണല്ലോ, മക്കൾക്ക് കൊടുക്കാമല്ലോ, വേണ്ടപ്പെട്ടവർക്ക് നൽകാമല്ലോ, ബാലൻസിൽ നിന്നും ഒന്നും നഷ്ടപ്പെട്ടില്ലല്ലോ, അത് ഖൈറാണെന്ന് നിങ്ങൾ വിചാരിക്കുന്നു. അള്ളാഹു പറയുകയാണ് ബൽ ഹുവ ശർറുൽ ലഹും. ഖൈറല്ല, അത് ഷർറാണ്, ഷർറാണത്. നാളെ പരലോകത്ത് ഈ സമ്പത്ത് നിങ്ങളെ കൊണ്ടുവരുമെന്നാണ്. അവിടെ കൊണ്ടുവരും, നിങ്ങൾ അതിന് കൃത്യമായി മറുപടി പറയണമെന്ന് വിശുദ്ധ ഖുർആൻ. കപടവിശ്വാസികളുടെ ഒരു സ്വഭാവത്തെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആനിലെ സൂറത്തു തൗബയുടെ പല ആയത്തുകളിലും നമുക്ക് വായിക്കുവാൻ സാധിക്കും. മുനാഫിക്കുകളുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്തു തൗബയുടെ പല ആയത്തുകളും. വിശ്വാസികളെ, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിലുള്ള മുനാഫിക്കുകൾക്ക് മാത്രം ബാധകമാണെന്നാണോ നാം വിചാരിക്കുന്നത്? ഒരിക്കലുമില്ലല്ലോ. ഖിയാമത്ത് നാൾ വരെയും മുനാഫിക്കുകൾ ഉണ്ടാകും. മുസ്ലിം നാമം സ്വീകരിച്ചുകൊണ്ട്, മുസ്ലിം കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് അവന്റെ മനസ്സകം റബ്ബിനെ കുറിച്ചുള്ള വിശ്വാസത്തിൽ പോറൽ വന്നിട്ടുണ്ട്. അവൻ നാട്ടുകാർ കൂടുമ്പോഴൊക്കെ അവനും കൂടിക്കൊടുക്കുകയാ. ഒരു ജുമുഅയ്ക്ക് ഞാൻ പോയില്ലെങ്കിൽ എന്നെ കുറിച്ച് എന്താ പറയുക? ഞാൻ മഹല്ലിന്റെ പ്രസിഡന്റും സെക്രട്ടറിയുമാണ്, ഞാൻ തൊപ്പി ധരിച്ചില്ലെങ്കിൽ, അങ്ങനെയാ പലരുടെയും ഇന്നത്തെ ധാരണ. തൊപ്പി ധരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിം ഭരണാധികാരിയുടെ സിമ്പിളായി വന്നിരിക്കുന്ന കാലമാണ്. ഞാൻ ഭരണാധികാരിയാണ്, ഒരു മഹല്ലിന്റെ പ്രസിഡന്റാണ്, ഞാൻ നമസ്കരിച്ചില്ലെങ്കിൽ എന്നെ എന്താ അവർ വിചാരിക്കുക? അതാണ് ഇന്നത്തെ ഒരു സമൂഹത്തിൽ പിടിച്ചിരിക്കുന്ന ശൈത്താൻ അവർക്ക് നൽകിയിരിക്കുന്ന ഒരു സന്ദേശം. നോക്കൂ സഹോദരങ്ങളെ, മുനാഫിക്കുകളെ സംബന്ധിച്ച് അള്ളാഹുവിന്റെ കലാമിലെ ആയത്ത് അവർ ചെലവ് ചെയ്യും. എങ്ങനെയെന്നറിയുമോ? വലാ യുൻഫിഖൂന ഇല്ലാ വഹും കാരിഹൂൻ. വെറുപ്പോടുകൂടിയായിരിക്കും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവർ ചെലവ് ചെയ്യുക. ചെലവ് ചെയ്യില്ലെന്നല്ല ഈ പറയണത്, വെറുപ്പോടുകൂടി. ഞാൻ കൊടുക്കാതിരുന്നാൽ എന്നെക്കുറിച്ച് എന്താ ധരിക്കുക? സമ്പത്തുണ്ടല്ലോ, എന്നെക്കുറിച്ച് മോശമായ ഒരു ധാരണ അവർക്കുണ്ടാകും. മനസ്സ് വെറുപ്പോടുകൂടി അവർ ദാനം ചെയ്യും. ആര്? മുനാഫിക്കുകളുടെ ഒരു സ്വഭാവമാണ് എന്ന് സൂറത്തു തൗബയുടെ 54-ാമത്തെ ആയത്തിൽ. മാത്രവുമല്ല, അതേ മുനാഫിക്കുകളുടെ ഒരു സ്വഭാവം, ഇത് പ്രവാചകരുടെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന മുനാഫിക്കുകളുടെ സ്വഭാവം, അത് ഇന്നത്തെ ആൾക്കാരിലും ഉണ്ട് എങ്കിൽ അവർക്കും ഫിറ്റാണ് ഈ ആയത്ത്. അതേ അധ്യായത്തിലെ 67-ാമത്തെ ആയത്തൊന്ന് നോക്കുക സഹോദരങ്ങളെ. അൽ മുനാഫിഖൂന വൽ മുനാഫിഖാതു ബഅ്ളുഹും മിൻ ബഅ്ള്. ആണാകട്ടെ പെണ്ണാകട്ടെ, മുനാഫിക്കുകളായ കപടവിശ്വാസികളായ ആണാകട്ടെ പെണ്ണാകട്ടെ, അവരിൽ ചിലരുണ്ട്. എന്താണ് അവരുടെ സ്വഭാവം എന്നറിയുമോ? യഅ്മുറൂന ബിൽ മുൻകർ. ദുരാചാരം കൽപ്പിക്കുമെന്നാണ്. എന്തിനാ നീ കൊടുക്കുന്നത്? നീ എന്തിനാ കൊടുക്കുന്നത്? അവിടെ കൊടുക്കല്ലേ, അവിടെ കൊടുക്കണ്ട. നീ നിന്റെ സമ്പത്ത് കൊണ്ട് വേറെ എന്തെങ്കിലുമൊക്കെ നോക്ക്. അതാണ് യഅ്മുറൂന ബിൽ മുൻകർ. ദുരാചാരത്തെ അവർ പ്രേരിപ്പിക്കുമെന്നാണ്. വയൻഹൗന അനിൽ മഅറൂഫ്. സദാചാരത്തെ വിലക്കും. നന്മ ചെയ്യുകയില്ല എന്ന് മാത്രമല്ല, നന്മ ചെയ്യുന്നവരെ പോലും മുടക്കികളാക്കി മാറ്റും എന്ന് വിശുദ്ധ ഖുർആൻ. മാത്രവുമല്ല, വയഖ്ബിളൂന ഐദീഹിം. അവരുടെ കൈകൾ പിറകോട്ട് വലിക്കുമെന്നാണ്. പിശുക്ക് അവരെ പിടികൂടുമെന്നാണ്. അവർ ചെയ്യില്ല എന്ന് മാത്രമല്ല, ചെയ്യുന്ന നല്ല മനസ്സുകളെ പോലും അവർ പ്രേരിപ്പിക്കും. വേണ്ടടാ, എന്തിനായി കൊടുക്കുന്നത്? അവൻ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ടയാളല്ല, അവൻ മറ്റേയാളാ, അവൻ മറ്റേ സംഘടനയാണ്, ആ പള്ളി അത് നമ്മുടെ പള്ളിയല്ല എന്നൊക്കെ പറയുന്ന എത്രയോ ആൾക്കാരെ നമുക്ക് നമ്മുടെ ചുറ്റുപാടിലും നമുക്കറിയാം സഹോദരങ്ങളെ. അവർ ഈ ആയത്ത് ഗൗരവത്തോടുകൂടി കാണണം സഹോദരങ്ങളെ. വമിൻഹും മൻ ആഹദല്ലാഹ് ലഇൻ ആതാനാ മിൻ ഫളലിഹി ലനസ്സദ്ദഖന്ന വലനകൂനന്ന മിനസ് സ്വാലിഹീൻ. ചിലർ വിചാരിക്കുന്നറിയോ, റബ്ബേ
നീ എനിക്ക് നിഅമത്ത് തന്നാൽ, നിന്റെ അനുഗ്രഹത്തിൽ നിന്നും എനിക്ക് നീ നൽകിയാൽ ഞാൻ ഒരുപാട് കൊടുക്കാം റബ്ബേ. ഞാൻ സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ പെടുകയും ചെയ്യാം, സ്വതക്ക വാരിക്കോരി കൊടുക്കാം റബ്ബേ. എൻ്റെ അടുത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. ഈ ആയത്തിന്റെ വിശദീകരണത്തിൽ ഇമാം ബൈഹഖി റഹ്മഹുല്ലാ തന്റെ ശുഅബുൽ ഈമാൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ വിശദീകരണത്തിൽ പറയുകയാണ്, 4357 നമ്പർ ഹദീസ്. എന്താണെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ ഹമാമത്തുൽ മസ്ജിദ് എന്നറിയപ്പെട്ട ഒരു സ്വഹാബി ഉണ്ടായിരുന്നു. എന്താണ് ആ സ്വഹാബിയുടെ ജീവിതത്തിൽ? സഅലബത്ത് ഇബ്നു ഹാത്തിബ് എന്ന് പറയുന്ന ആ ഒരു സ്വഹാബി, അദ്ദേഹം ദരിദ്രനായിരുന്നു, പാവപ്പെട്ട മനുഷ്യനായിരുന്നു. അള്ളാന്റെ റസൂലിന്റെ നിഴലായി ജീവിച്ചയാളാ. ഹമാമത്തുൽ മസ്ജിദ് എന്ന് പറഞ്ഞാൽ മസ്ജിദിന്റെ മാടപ്രാവെന്നാണ്. അത്രയ്ക്കും മസ്ജിദുമായിട്ടുള്ള ബന്ധമായിരുന്നു അദ്ദേഹത്തിന്റെ ഖൽബിന്. എല്ലാ ജമാഅത്തുകൾക്കും ഒന്നാമത്തെ സ്വഫിൽ പ്രവാചകരുടെ അടുക്കൽ ഒരിക്കൽ വന്നുകൊണ്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഉദ്ഉല്ലാഹ് അയ്യുർസുഖനി മാലാ. അള്ളാന്റെ റസൂലെ, അങ്ങ് എനിക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യുമോ? സമ്പത്തിന് ഒരല്പം ദാരിദ്ര്യമാണ് റസൂലെ, വല്ലാത്ത കഷ്ടപ്പാടാണ് റസൂലെ, ഒന്ന് പ്രാർത്ഥിക്കുമോ അള്ളാനോട്? പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ മറുപടി എന്താണെന്ന് അറിയുമോ? സഅലബ, അള്ളാഹുവിനെ ശുക്ർ ചെയ്യുവാൻ ഇത് തന്നെ ധാരാളം മതി, ധാരാളം മതി. അധികമായാൽ അള്ളാഹുവിന് നന്ദി കാണിക്കുന്നതിൽ സ്ഖലിതമുണ്ടാകും. സഅലബ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടുക. സഅലബ വിട്ടില്ലെന്നാണ്. അള്ളാന്റെ റസൂല് ഒരല്പം, ഞാൻ ഇതിനേക്കാളും കൂടുതൽ സ്വതക്ക ചെയ്യാം, ഞാൻ കൂടുതൽ നന്മകളിൽ മുന്നേറാം റസൂലേ. അള്ളാന്റെ റസൂല് പ്രാർത്ഥിച്ചുവെന്നാണ്, റബ്ബേ സഅലബക്ക് നീ അല്പം സമ്പത്ത് കൊടുക്കണമേ. പ്രവാചകരുടെ പ്രാർത്ഥനയാണല്ലോ, അത് മുഅ്ജിസത്തും കൂടിയാണ്. സഅലബത്തുൽ ഹാത്തിബ് റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന ആ സ്വഹാബി ആ സമയത്ത് അല്ലാഹു തആല സമ്പത്ത് നൽകിയെന്നാണ്. വിശാലമായ ഒരു വിഷയമാണ്. അദ്ദേഹത്തിന് സമ്പത്ത് നൽകി അവസാനം ജമാഅത്തിൽ പോലും പങ്കെടുക്കുവാനുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നുകയാണ്. 5 വഖത്തുകൾക്കും ജമാഅത്തിൽ കൃത്യത പുലർത്തിയിരുന്ന സഅലബ, ഹമാമത്തുൽ മസ്ജിദ്, പള്ളിയുടെ മാടപ്രാവ്, അവസാനം സുബ്ഹിന് മാത്രം ബാക്കിയായി. അള്ളാഹിന്റെ റസൂല് ചോദിക്കുകയാ സ്വഹാബികളോട്, എവിടെ പോയി സഅലബ? റസൂലേ, സമ്പന്നനായില്ലേ? ഒരുപാട് റബ്ബ് കൊടുത്തില്ലേ? അദ്ദേഹത്തിന്റെ സമ്പത്ത് നോക്കുവാൻ തന്നെ സമയമില്ല അയാൾക്ക്, പിന്നെ എങ്ങനെയാ മസ്ജിദിൽ വരുവാൻ? ഖുദ് മിൻ അംവാലിഹിം സ്വദഖ തുതഹിറുഹും വതുസക്കീഹും ബിഹാ വസല്ലി അലൈഹിം ഇന്ന സ്വലാതക സകനുൽ ലഹും. വിശുദ്ധ ഖുർആനിലെ വചനം ഇറങ്ങുകയാണ്. സൂറത്തു തൗബയുടെ 103-ാമത്തെ ആയത്ത് ഇറങ്ങുകയാണ്. സമ്പത്തുള്ളവരിൽ നിന്നും പ്രവാചക പിടിച്ചു വാങ്ങണം സക്കാത്തിന്റെ അവകാശികൾക്ക് കൊടുക്കുവാൻ. ആയത്തിറങ്ങുകയാണ്. സ്വഹാബികളെ പറഞ്ഞു വിടുകയാണ്. എന്തൊരു നികുതിയാ ഇസ്ലാമിൽ! അവസാനം സ്വഹാബികളോ പ്രവാചകന്മാരോ പിന്നീട് കൊടുക്കുമ്പോഴേക്കും വാങ്ങിയിട്ടില്ല. അവസാനം മുനാഫിഖായിട്ടാണ് അദ്ദേഹം മരിച്ചുപോയത് എന്ന് ബൈഹഖി റഹ്മഹുല്ലാ തന്റെ ശുഅബുൽ ഈമാനിൽ ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറയുകയാണ്. എന്നിട്ട് പറയുകയാണ്, വഹുവ മശ്ഹൂറുൻ ഫീമാ ബൈന അഹ്ലി തഫ്സീർ. മശ്ഹൂറായ അഭിപ്രായം, മശ്ഹൂറായ ഒരു ചരിത്രമാണ് മുഫസ്സിരീങ്ങളുടെ ഇടയിൽ. കാരണം ഇദ്ദേഹത്തെ കുറിച്ച് ഇറങ്ങിയ ആയത്താണ് എന്നാണ് മുഫസ്സിരീങ്ങളിൽ പലരും പറയുന്നത്. ഏതാണ് ആയത്ത്? ومنهم من عاهد الله لئن آتانا من فضله لنصدقن ولنكونن من الصالحين. അല്ലാഹ്, ഞാൻ കൊടുക്കാം, എനിക്ക് താ റബ്ബേ, നിഅമത്ത് താ, നിന്റെ ഫളല് താ. അവസാനം കൊടുത്തപ്പോഴോ സക്കാത്തിന്റെ അവകാശികൾക്ക് വേണ്ടി സക്കാത്ത് കൊടുക്കുവാനായി സ്വീകരിക്കുവാനായി സ്വഹാബാക്കളെ വിട്ടപ്പോൾ എന്തൊരു നികുതിയാണ്! മുനാഫിഖായി മരിച്ചു എന്ന് ചരിത്രം പറയുകയാണ്. വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ അങ്ങനെയൊന്നും ഉണ്ടാകില്ല എങ്കിലും റബ്ബിന്റെ മാർഗത്തിൽ അള്ളാഹുവിന്റെ കടം കൊടുക്കുന്ന വിഷയത്തിൽ നാം അമാന്തത കാണിക്കരുത് സഹോദരങ്ങളെ. ഇല്ലാത്തവർക്ക് കൊടുക്കണം, അള്ളാഹുവിന്റെ അവകാശികൾക്ക് കൊടുക്കണം. ഉളഹിയ്യത്ത് അതിന്റെ ഭാഗമാണ് സഹോദരങ്ങളെ. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
തന്റെ ജീവിതത്തിൽ 53-ാമത്തെ വയസ്സിൽ മക്കയിൽ നിന്നും മദീനയിലേക്ക് പലായനം ചെയ്തുകൊണ്ട് 10 വർഷം മദീനയിൽ ജീവിച്ച പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ച് ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ റിപ്പോർട്ട് ചെയ്തതായി സുനൻ തിർമിദി 1507 നമ്പർ ഹദീസ് അഖാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിൽ മദീനത്തി 10 സിനീന യുദ്ഹാ. മദീനയിൽ ഉണ്ടായിരുന്ന പൊന്നാര റസൂലുള്ളാഹ് 10 വർഷവും ഉളഹിയ്യത്ത് നൽകി എന്നാണ്. ഏത് പ്രവാചകൻ? പട്ടിണി കിടന്ന പ്രവാചകൻ. പ്രവാചകരുടെ പട്ടിണി ഓർത്തുകൊണ്ട് ഫാത്തിമ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയി. ആയിഷ റളിയല്ലാഹു അൻഹ വല്ലപ്പോഴുമൊക്കെ നല്ല ആഹാരം കഴിക്കുമ്പോൾ കരയും. കാരണം ചോദിക്കുമ്പോൾ എൻ്റെ പ്രിയതമൻ ഇതുപോലെയുള്ള ആഹാരം കഴിച്ചിട്ടില്ല. അത്രയ്ക്കും പട്ടിണിയുടെ കൈപ്പിനീരറിഞ്ഞ പൊന്നാര റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിൽ ജീവിച്ച 10 വർഷവും ഉളഹിയ്യത്ത് നൽകി എന്ന് പറയുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ ജീവിതത്തിൽ ഒരു അടയാളപ്പെടുത്തൽ വേണം ഉളഹിയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട്. അത് ഫർളാണോ സുന്നത്താണോ എന്നുള്ളത് പണ്ഡിതന്മാർക്കിടയിലുള്ള ഒരു തർക്ക വിഷയമായി നാം വിടുക. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ അദ്ദേഹത്തോട് ഒരാൾ വന്നുകൊണ്ട് ചോദിക്കുകയാണ്, അന്ന റജുലൻ സഅലഹു അനിൽ ഉളഹിയ്യ. ഉളഹിയ്യത്തിനെ സംബന്ധിച്ചാണ് ചോദിക്കുന്നത്. സുനൻ തിർമിദി 1506 നമ്പർ ഹദീസാണ്. അവാജിബത്തുൻ ഹിയ, ഈ ഉളഹിയ്യത്ത് നിർബന്ധമാണോ? മഹാനായ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ പറയുന്ന മറുപടി, ഫഖാൽ ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ. അള്ളാന്റെ റസൂല് ഉളഹിയ്യത്ത് നൽകിയിട്ടുണ്ട്, സ്വഹാബികളും ഉളഹിയ്യത്ത് നൽകിയിട്ടുണ്ട്. ഫആദഹ അലൈഹി, ചോദ്യം ആവർത്തിക്കുകയാണ്, അത് നിർബന്ധമാണോ? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചത് എന്താണെന്ന് അറിയുമോ? അതഅഖിലു, നിനക്ക് ബുദ്ധിയില്ലേ? ചിന്തിക്കാൻ കഴിവില്ലടോ നിനക്ക്? ലഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വൽ മുസ്ലിമൂൻ, അള്ളാന്റെ റസൂൽ ഉളഹിയ്യത്ത് നൽകിയിട്ടുണ്ട്, സ്വഹാബികൾ ഉളഹിയ്യത്ത് നൽകിയിട്ടുണ്ട്. സുനൻ ഇബ്നു മാജയുടെ 3123 നമ്പർ ഹദീസിന്റെ ഹെഡിങ് എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? ബാബുൽ ഉളഹിയ്യ വാജിബത്തുൻ ഹിയ അംലാ, അത് നിർബന്ധമാണോ ഇല്ലയോ? ഒരു ഹദീസിന്റെ ഹെഡിങ് ആണ് സഹോദരങ്ങളെ. അവിടെ കൊടുക്കുന്ന ഒരു ഹദീസ്, മൻ കാന ലഹു സഅതും വലം യുളഹി, ഒരാൾക്ക് ഒരു വർഷം 10,000 രൂപ കൊടുക്കുവാൻ സാധ്യമാകുന്നവർ 50,000-ഓ 60,000-ഓ രൂപ കൊടുത്തുകൊണ്ട് ഒരു മാട് ഒറ്റയ്ക്ക് നൽകി, അല്ലെങ്കിൽ ഒരു ആട് ഒറ്റയ്ക്ക് നൽകി. സാധ്യമല്ലാത്തവർ 7-ന്റെ ഒരു വിഹിതം. അങ്ങനെ സാധ്യമായിട്ടും നിങ്ങൾ ഉളഹിയ്യത്ത് കൊടുക്കുന്നില്ല എങ്കിൽ ഫലാ യഖറബന്ന മുസല്ലനാ, നമസ്കരിക്കാൻ നിങ്ങൾ വരണ്ട, നിങ്ങൾ ഈദ് മുസല്ലയിലേക്ക് വരണ്ട എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് ഗൗരവത്തോടുകൂടി പറയുകയാണ്. എന്ത് ന്യായം പറയും സഹോദരങ്ങളെ? നമ്മുടെ കയ്യിലില്ലയോ? മക്കൾ ഗൾഫിലാണോ? മക്കൾക്ക് ശമ്പളമുണ്ടോ, വരുമാനമുണ്ടോ? വാങ്ങണം, നിങ്ങളുടെ ബാധ്യതയാണ്. ഒരു ന്യായവും ഇക്കാര്യത്തിലില്ല സഹോദരങ്ങളെ. പല കാര്യങ്ങൾക്കും ഉദ്റ് കണ്ടുപിടിക്കുകയാണ്. എങ്ങനെയാ കൊടുക്കാതിരിക്കുവാൻ? എനിക്ക് കടമുണ്ട്, വരുമാനം പറയൂല. നിങ്ങൾക്ക് ബാധ്യതയാണ്. നിങ്ങൾക്ക് നിത്യമായ വരുമാനമില്ലെങ്കിൽ മകളോട് ചോദിക്കണം, ഉളഹിയ്യത്ത് കൊടുക്കണം. അതിന്റെ വിഹിതം നിർബന്ധമാണ് എന്ന് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടത് വാപ്പമാരുടെ, ഉമ്മമാരുടെ ബാധ്യതയാണ് സഹോദരങ്ങളെ. പെരുന്നാൾ ദിവസത്തിന്റെ പേര് തന്നെ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ പ്രവാചകർ യൗമുൻ നഹർ എന്നാണ് വിശേഷിപ്പിച്ചത്. യൗമുൻ നഹർ, അറവ് നൽകുന്ന യൗം, ബലിമൃഗത്തിന്റെ ദിവസമെന്നാണ് ഈദുൽ അദ്ഹക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നൽകിയ പേര് തന്നെ. സുനൻ തിർമിദിയിലെ തന്നെ 1493 നമ്പർ ഹദീസിൽ ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്, മാ അമല ആദമിയ്യും മിൻ അമലിൻ യൗമൻ നഹർ അഹബ്ബ ഇലല്ലാഹ് മിൻ ഇഹ്റാഖിദ്ദം. പെരുന്നാൾ ദിവസത്തിൽ അഥവാ ബലി പെരുന്നാളിൽ യൗമൻ നഹറിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അമൽ ഏതെന്നറിയുമോ?
ആദമിന്റെ മക്കളിൽ അവർ ചെയ്യുന്ന അമലുകളിൽ ഏറ്റവും ഇഷ്ടമെന്ന് പറയുന്നത് ഉളഹിയ്യത്തിന്റെ അറവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതായി ആയിഷ റളിയല്ലാഹു അൻഹ പറയുകയാണ്. എന്നിട്ട് പ്രവാചകൻ പറയുകയാണ്, ഫതീബൂ ബിഹാ നഫ്സഹാ, അതിനാൽ നിങ്ങൾ സന്തോഷത്തോടുകൂടി ആ അറവിൽ നിങ്ങൾ പങ്കാളികളാകണം. ചില സ്വഹാബികളൊക്കെ ആ കാര്യത്തിൽ പറഞ്ഞത് എന്താണെന്നറിയുമോ? ദാരിദ്ര്യമില്ലാതെയാകും, അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് ഉളഹിയ്യത്ത് കൊടുക്കുവാനുള്ള എല്ലാ ബാധ്യതകൾ ഉണ്ട് എങ്കിലും കൊടുക്കാതിരുന്നാൽ റബ്ബിന്റെ ഫിത്നകളും ബലാകളും അവനെ പിടികൂടുമെന്ന് ഉമ്മത്ത് മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അറിയണം സഹോദരങ്ങളെ, അതിന്റെ ഗൗരവമാണ് ഉളഹിയ്യത്ത് എന്ന് പറയുന്നത്. ഒരു വർഷത്തിൽ 10,000 രൂപ അല്ലെങ്കിൽ 12,000 രൂപ കൊടുക്കുക എന്നുള്ളതിന് നാം ബുഖ്ല് കാണിക്കുകയാണെങ്കിൽ റബ്ബ് വേറെ ഒരു കാര്യത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്നുള്ളത് സ്വഹാബാക്കളുടെ ചില നിഗമനങ്ങളാണ് എന്ന് നാം തിരിച്ചറിയാതെ പോകരുത് സഹോദരങ്ങളെ. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ വേണ്ടിയുള്ള അവനിലേക്ക് അടുക്കുവാനുള്ള ഏറ്റവും അമൽ സ്വാലിഹാത്തുകളാണ്, റബ്ബിങ്കിലേക്ക് അടുക്കുവാനുള്ള മാർഗമാണ്. സാന്ദർഭികമായി പറയുകയാണ് സഹോദരങ്ങളെ, ജീവിതത്തിൽ ഈ ഒരു നന്മ ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അശ്ശൈത്വാനു യഅദുകുമുൽ ഫഖറ വയഅമുറുകും ബിൽ ഫഹ്ശാ, ആ ശൈത്വാന്റെ കരവലയത്തിൽ നാം പെടരുത്. ചെയ്യുവാനൊക്കെ മനസ്സ് തോന്നും, ഒരുപക്ഷെ ഈ ഖുത്ബ കേൾക്കുമ്പോൾ തന്നെ മനസ്സ് തോന്നും, പുറത്തേക്കിറങ്ങിയാലോ നമ്മുടെ മനസ്സകം മാറും. അതാണ് ശൈത്വാന്റെ ഇടപെടൽ. അതുകൊണ്ട് വിശ്വാസികളെ, ആ കാര്യത്തിൽ ജാഗരൂകരാവുക, ആ നന്മയിൽ പങ്കാളികളാവുക. സന്തോഷത്തോടുകൂടി പെരുന്നാൾ ദിനത്തിൽ ആ കർമ്മം ചെയ്യുവാൻ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തുക. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.